ഇക്വിലിബ്രിയം നമ്മൾ ഓൾറെഡി എഴുതി. ഇക്വിലിബ്രിയം. ഇനിയും അതിനകത്ത് ഇക്വിലിബ്രിയം എന്താണെന്ന് ഒരു ഡോട്ട് ഇട്ട് എഴുതിക്കോ. ഇക്വിലിബ്രിയം it is a state in which it is a state in which the rate എന്ന് ഉദ്ദേശിക്കുന്നത് സ്പീഡാണ്. സ്പീഡ് ഓഫ് forward reaction and backward reaction are equal. അതെന്താന്നുള്ള കാര്യമൊക്കെ പറയാം. തൽക്കാലം ഇത് എഴുതിയെടുക്കാം. are equal. അടുത്ത ഡോട്ട് ഇട്ടിട്ട് ഇക്വിലിബ്രിയം, ഞാൻ ഈ QBM എന്ന ഷോർട്ട് ഫോമിൽ അങ്ങ് എഴുതുകയാണ്, നിങ്ങൾ അങ്ങനെ എഴുതല്ലേ. ഇക്വിലിബ്രിയം ഈസ് ഡൈനാമിക് ഇൻ നേച്ചർ. That is at equilibrium the reaction does not stop. The reaction does not stop. അടുത്തൊരു ഡോട്ട് ഇട്ടിട്ട് ഫിസിക്കൽ ഇക്വിലിബ്രിയം എന്നൊരു ജസ്റ്റ് ഒരു ഫിസിക്കൽ ഇക്വിലിബ്രിയം എന്ന് എഴുതിയിട്ട് ഒരു ഹൈഫൻ ഇട്ടിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എഴുതുക. ഫിസിക്കൽ ഇക്വിലിബ്രിയം involving physical process. Example, melting of ice. Evaporation of water. Okay. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അതായത് ഫോർവേഡ് റിയാക്ഷന്റെ സ്പീഡും ബാക്ക്വേർഡ് റിയാക്ഷന്റെ സ്പീഡും ഈക്വൽ ആകുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഇക്വിലിബ്രിയം. അപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ എന്താ, ബാക്ക്വേർഡ് റിയാക്ഷൻ എന്താന്നൊക്കെ പറയേണ്ടിയിരിക്കുന്നു, പറയാം. പിന്നെ ഇക്വിലിബ്രിയം ഡൈനാമിക് ആണ്. ഡൈനാമിക് എന്ന് പറയുമ്പോൾ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അതായത് ഇക്വിലിബ്രിയം നടന്നാലും ഇക്വിലിബ്രിയത്തിൽ എത്തിയാലും സന്തുലിതാവസ്ഥയിൽ എത്തിയാലും റിയാക്ഷൻ നിൽക്കത്തില്ല, റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അതിനെ ഡൈനാമിക് എന്ന് പറയുന്നത്. ഫിസിക്കൽ ഇക്വിലിബ്രിയം ഉണ്ട്. ഫിസിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഇക്വിലിബ്രിയം അല്ലെങ്കിൽ കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഇക്വിലിബ്രിയം ആണ്. അത് ഇക്വിലിബ്രിയം ഇൻവോൾവിംഗ് ഫിസിക്കൽ പ്രോസസ്, മെൽറ്റിംഗ് ഓഫ് ഐസ്, ഇവാപറേഷൻ. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എഴുതിയെടുക്കാം. ഇത്ര എഴുതിയെടുത്തിട്ട് അതിന്റെ താഴോട്ട് രണ്ട് എക്സാമ്പിളും കൂടെ എഴുതുക. വാട്ടർ H2O ഇൻ സോളിഡ് സ്റ്റേറ്റ് ആണല്ലോ ഐസ് എന്ന് പറയുന്നത്. ഇതല്ലേ ഐസ്? ആണോ? H2O ഇൻ സോളിഡ് സ്റ്റേറ്റ് അല്ലേ ഐസ്? അത് രണ്ട് ഇങ്ങനൊരു സൈൻ ഇടുക. ഗിവ്സിന് ഇങ്ങനൊരു സൈൻ, ഇതിന് ഇക്വിലിബ്രിയം എന്നാണ് പറയുന്നത്. ഇതിനെ എന്നിട്ട് എഴുതുക, H2O എഴുതുക, H2O ഇൻ ലിക്വിഡ്. ഇത് എന്താണ്? ഇതിപ്പോ വാട്ടർ ആയിട്ട് മാറി. ശരിയല്ലേ? ഈ രണ്ട് പ്രോസസ്സ് നടക്കുന്നത് 0 ഡിഗ്രി സെൽഷ്യസിലാണ്. ഐസ് മെൽറ്റ് ആവുന്നതും 0 ഡിഗ്രി സെൽഷ്യസാ, വാട്ടർ ഐസ് ആവുന്നതും 0 ഡിഗ്രി സെൽഷ്യസാ. ശരിയല്ലേ? ആണല്ലോ? അതേപോലെ തന്നെ H2O, ഇതെല്ലാം പറയാമേ, ഇതുവരെ പറഞ്ഞില്ല. ആൾക്കാർ കുറെ പേര് ജോയിൻ ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ് അത് പറയാത്ത നോട്ട്സ് എഴുതിപ്പിക്കുന്നത്. ഇത് H2O എന്താണ്? ലിക്വിഡ് സ്റ്റേറ്റ്. ഇത് വാട്ടർ ആണല്ലോ. അതിനെ നമുക്ക് ഇക്വിലിബ്രിയത്തിൽ അതെന്താക്കാൻ പറ്റും? അത് H2O ഇൻ ഗേഷ്യസ് സ്റ്റേറ്റ് ആക്കി മാറ്റാൻ പറ്റും. അത് ഗേഷ്യസ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഇതെന്താ? വേപ്പർ ആണ്. ഇത് എന്തിലാണ് നടക്കുന്നത്? ഇത് 100 ഡിഗ്രി സെൽഷ്യസിലാണ് നടക്കുന്നത്.
ഇപ്പം ജോയിൻ ചെയ്തവർക്കായിട്ട് ഞാനിത് ചെറുതാക്കി കാണിക്കാം, പെട്ടെന്ന് എഴുതിയെടുത്തു. ഇക്വിലിബ്രിയം എന്ന് പറയുന്ന കെമിസ്ട്രിയുടെ ചാപ്റ്റർ ആണ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഇക്വിലിബ്രിയം എന്താണെന്നുള്ള കാര്യം നമ്മൾ എഴുതി, അതായത് അതിന്റെ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല, ഇതൊന്നും എഴുതിയെടുക്കുക, ഫ്രഷ്ലി ഇതൊന്നും എഴുതിയെടുക്കുക, ബാക്കി കാര്യം പറയാം. പ്രണവ് എഴുതിയെടുത്തോ? പ്രണവും അഭിനവും പാർവണയും എടുത്തിട്ടുണ്ട്. പ്രണവ് എഴുതി സർ. ഓക്കെ, പ്രണവ് ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ താഴോട്ട് ഒരു ഡോട്ട് ഇട്ടിട്ട് കെമിക്കൽ ഇക്വിലിബ്രിയം എന്നും കൂടെ ഒരു ഹെഡിങ് എടുത്തു. ഈ കെമിക്കൽ ഇക്വിലിബ്രിയത്തിനെ പറ്റിയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. കെമിക്കൽ ഇക്വിലിബ്രിയം എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം, തൽക്കാലം എഴുതിയെടുക്കുക. കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഇറ്റ് ഈസ് ദ ഇക്വിലിബ്രിയം associated with chemical reaction. ഒരു കെമിക്കൽ റിയാക്ഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഇക്വിലിബ്രിയത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയും ഒരു കാര്യം കൂടെ മനസ്സിലാക്കിക്കോണം. അറ്റ് ഇക്വിലിബ്രിയം the concentration ഞാൻ CONC then ഇങ്ങനെ എഴുതുകയാണ്, ഷോർട്ട് ഫോം. concentration of reactant and product are constant. ഓക്കെ ആണല്ലോ. അപ്പം കെമിക്കൽ ഇക്വിലിബ്രിയം ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ചാപ്റ്റർ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. അതിനകത്ത് ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. വേണ്ട, ഇത്ര എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് ഇത്ര ഒന്ന് എഴുതിയെടുത്തോ, ചെറുതാക്കാം. ഇത്രയൊന്ന് എഴുതിയെടുത്തോ, എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇക്വിലിബ്രിയത്തെ പറ്റി പറയാൻ പോവാണ്. ഇപ്പൊ ജോയിൻ ചെയ്ത ആരാണെങ്കിലും ആള് ഒരു പേജ് വിട്ടിട്ട് ഇത് ശ്രദ്ധിച്ചിരിക്കുക. ഒരു പേജ് വിട്ടിട്ട് ഞാനിപ്പം ഇതും പിന്നെ ഒരു ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞൊരു ഇതും കൂടെ ഉണ്ട്, അതുകൂടെ ഇന്ന് പഠിപ്പിക്കുന്നുള്ളൂ. പക്ഷെ ഇത് പറയാൻ കുറെ ഉണ്ട്, അതുകൊണ്ട് ഇവിടെ ശ്രദ്ധിച്ചിരുന്നു. അതായത് ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അത് നോർമൽ ഒരു റിയാക്ഷൻ നടക്കുകയാണ്. അതായത് എ പ്ലസ്, ഇത് എഴുതാനുള്ളതൊന്നുമല്ല, ഇത് മനസ്സിലാക്കാനുള്ളതാണ്. പ്യൂർലി ഇത് മനസ്സിലാക്കാൻ വേണ്ടിയുള്ളത് മാത്രമാണ്, എഴുതുകയേ വേണ്ട. എ പ്ലസ് ബി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ സി പ്ലസ് ഡി എന്ന് ഉണ്ടാവുമെന്ന് വിചാരിച്ചു. ഓക്കെ, എ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നതും ഇവിടെ എന്താ? റിയാക്റ്റന്റുകളാണ്. സിയും ഡിയും എന്താണ്? പ്രോഡക്റ്റുകളാണ്. ഓക്കെ, എയും ബിയും റിയാക്റ്റന്റ് ആണ്, സിയും ഡിയും പ്രോഡക്റ്റ് ആണ്. ഓക്കെ ആണല്ലോ. എയും ബിയും കമ്പൈൻ ചെയ്ത് പ്രോഡക്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, റിയാക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഈ എ പ്ലസ് ബി എന്ന് പറയുന്ന സാധനം മാത്രമല്ലേ ഉള്ളൂ? ഇവിടെ ഉണ്ടോ? ഇവരുണ്ടോ? ഇല്ല. അപ്പം റിയാക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഇവർ രണ്ടുപേരും കൂടെ ചേർത്ത് ഒരു 10 ലിറ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. സിയും ഡിയും 1 ലിറ്റർ പോലും ഇല്ല, 0 ലിറ്റർ. എന്നാൽ റിയാക്ഷൻ പതുക്കെ സ്റ്റാർട്ട് ചെയ്യും, ബി റിയാക്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ 10 ലിറ്റർ എന്ന് പറയുന്നത് 9 ലിറ്റർ ആവും. അപ്പൊ ഇവിടെ 1 ലിറ്റർ പോകും. ഇത് 8 ആവും, അപ്പൊ ഇവിടെ 2 ലിറ്റർ ആവും. ഇത് 7 ആവും, ഇവിടെ എത്ര ആവും? ഇവിടെ 3 ലിറ്റർ ആവും. അപ്പൊ ഇവിടെ എത്ര കുറയുന്നോ അത് ഇത്ര എന്ത് ചെയ്യും? ഇവിടെ കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ കുറഞ്ഞ് ഇവിടെ 0 ലിറ്റർ ആകുമ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ 10 ലിറ്റർ ആവും. അപ്പൊ ഇവിടെ ഉള്ള മൊത്തം മാസും ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്തു? കൺവേർട്ട് ചെയ്തു.
ഈ റിയാക്ഷന്റെ പേര് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ. അതായത് ഇത് കംപ്ലീറ്റ് ആയിട്ട് എയും ബിയും കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്ത് സിയും ഡിയും ആയിട്ട് മാറി. ഇനി തിരിച്ചെന്താകത്തില്ല, തിരിച്ച് എയും ബിയും ഉണ്ടാകത്തില്ല. എയും ബിയും റിയാക്ട് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ഒരു റിയാക്ഷൻ നടന്ന് കംപ്ലീറ്റ്ലി അത് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞു, മൊത്തം തീർന്നു. അപ്പം ഈ റിയാക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇറിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. കൺസെപ്റ്റ് മനസ്സിലായല്ലോ. അതായത് എ പ്ലസ് ബി റിയാക്ട് ചെയ്യുമ്പോൾ സി പ്ലസ് ഡി ഉണ്ടാവുക. ഈ സൈൻ എന്ന് പറയുന്നത് കണ്ടോ, ഒരു സൈഡിലോട്ട് റിയാക്ഷൻ നടക്കുന്നു എന്നുള്ളതിന്റെ സൈനാണ് അല്ലേ. അതുകൊണ്ട് ഇവിടെ നമ്മൾ ഇതിനെ ഇറിവേഴ്സിബിൾ റിയാക്ഷൻ എന്നാണ് പറയുന്നത്. ഇറിവേഴ്സിബിൾ റിയാക്ഷൻ. ഓക്കെ. എന്നാൽ എ പ്ലസ് ബി ഇങ്ങനെ തന്നാലോ, സി പ്ലസ് ഡി ഇങ്ങനെ തന്നാലോ, ഇതിനർത്ഥം ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ എന്നാണ്. റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. ഓക്കെ. എ പ്ലസ് ബി കമ്പൈൻ ചെയ്ത് സി പ്ലസ് ഡി ഉണ്ടാവുകയാണ്. പക്ഷെ ഒരു പ്രശ്നം ഇവിടെ നോക്കാം. ഇവിടുത്തെ കൺസെപ്റ്റ് നോക്കാം, എല്ലാവരും ശ്രദ്ധിക്കണേ. ഇവിടെ 10 ലിറ്റർ ഉണ്ട്, ഇവിടെ 0 ലിറ്റർ ആണ്. റിയാക്ഷൻ നടന്നപ്പം ഇത് 9 ലിറ്റർ ആയി, ഇത് 1 ലിറ്റർ ആയി, ഇത് 8 ലിറ്റർ ആയി, ഇത് എത്രയാ 2 ലിറ്റർ ആയി, ഇത് 7 ലിറ്റർ ആയി, ഇത് 3 ലിറ്റർ ആയി. എന്നാൽ ഈ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നറിയാമോ, ഇതേണ്ട ഈ റിയാക്ഷൻ സി പ്ലസ് ഡി വീണ്ടും എന്തായിക്കൊണ്ടിരിക്കും, തിരിച്ച് ഇതായിക്കൊണ്ടിരിക്കും. അതായത് ശ്രദ്ധിച്ചോണം, ഓരോ കാര്യം ആലോചിച്ചോണം. നേരത്തെ പോലെ 10, 9, 8, 7 ഇവിടെ കുറഞ്ഞ് 0 ആവുമ്പോൾ ഇത് 1, 2, 3, 4 കൂടി 10 ലിറ്റർ ആവില്ല. പകരം എന്താ ചെയ്യുന്നത്, ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് വരെ കുറഞ്ഞിട്ട് ഈ റിയാക്ഷൻ ബാലൻസ്ഡ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. ബാലൻസ്ഡ് ആയിട്ട് നടന്നെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തുവാ, ഇങ്ങോട്ട് റിയാക്ഷൻ എത്രയും നടന്നോ അത്രയും തന്നെ റിയാക്ഷൻ എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് നടക്കും. അല്ല, അങ്ങനെ ആകത്തില്ല, അത് ഓരോ റിയാക്ഷന്റെ അനുസരിച്ചാണ്. അതായത് ഇങ്ങോട്ട് റിയാക്ഷൻ നടക്കുന്ന പോലെ തന്നെ ഇങ്ങോട്ട് നടക്കും. പക്ഷെ ഇങ്ങോട്ടേക്ക് നടക്കുന്ന റിയാക്ഷന്റെ സ്പീഡാണ് കൂടുതലെങ്കിൽ കൂടുതൽ പ്രൊഡക്റ്റ് ഉണ്ടാവും. എന്നാൽ ഇങ്ങോട്ട് നടക്കുന്ന ചില റിയാക്ഷനകത്ത് ഇങ്ങോട്ടേക്ക് പോയിട്ട് തിരിച്ച് നടക്കുന്ന റിയാക്ഷന്റെ സ്പീഡ് കൂടുതലായിരിക്കും. അപ്പൊ എന്താ, പ്രൊഡക്റ്റ് ഉണ്ടായിട്ട് തിരിച്ച് വീണ്ടും എന്ത് ചെയ്യും, റിയാക്ടന്റുകൾ വീണ്ടും ഫോം ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ ഈ റിയാക്ഷന്റെ സ്പീഡും, അതായത് ഫ്രണ്ടിലോട്ട് നടക്കുന്ന റിയാക്ഷന്റെ സ്പീഡും ബാക്കിലോട്ട് നടക്കുന്ന റിയാക്ഷന്റെ സ്പീഡും ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് വരുമ്പോൾ സെയിം വരും. ആ കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുന്നത്. എന്താണ്, അതായത് ഒരു റിയാക്ഷൻ ഫ്രണ്ടിലോട്ട് നടക്കുന്നു, ആ റിയാക്ഷൻ തന്നെ ബാക്കിലോട്ട് നടക്കുന്നു. അതായത് ഫ്രണ്ടിലോട്ട് ഒരു റിയാക്ഷൻ നടക്കുന്നുണ്ട്, അതിനർത്ഥം എന്താ, ഇവിടെ 10 ലിറ്റർ ഉണ്ടെങ്കിൽ അത് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ 1 ലിറ്റർ, 9 ലിറ്റർ ആകുമ്പോൾ 2 ലിറ്റർ. അതേപോലെ തന്നെ ഒരു പർട്ടിക്കുലർ ഇത് വരുമ്പോഴത്തേക്കും ഈ തിരിച്ചെന്ത് ചെയ്യും, തിരിച്ച് ഇങ്ങോട്ടും ആകുന്നു, ഇങ്ങോട്ട് നടക്കുന്നു, ഇങ്ങോട്ട് നടക്കുന്നു. അപ്പൊ എന്ത് ചെയ്തില്ല, ഇവിടുത്തെ റിയാക്റ്റിന്റെ കോൺസെൻട്രേഷൻ കുറയുന്നുമില്ല, ഇവിടത്തെ കൂടുന്നുമില്ല. എന്ത് ചെയ്യാം, ബാലൻസ് ചെയ്ത് നിൽക്കുക. കാരണം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് റിയാക്ഷൻ ഇത് തീർന്ന് ഇങ്ങോട്ടേക്ക് ഫോം ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യും, തിരിച്ച് ഇത് ഇങ്ങോട്ടേക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പൊ എന്ത് ചെയ്യാം, ഇങ്ങനെ ബാലൻസ് ചെയ്തിരിക്കും. ഇത് കുറയും, ഇത് കൂടും, ഇത് കൂടും, ഇത് കുറയും, ഇത് കുറയും, ഇത് കൂടും, ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കും. എന്നാൽ ഒരു പർട്ടിക്കുലർ ഏതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണെങ്കിലും ഏതോ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ വരുന്ന സമയത്ത് ഫോർവേഡ് റിയാക്ഷന്റെ സ്പീഡും ബാക്ക്വേർഡ് റിയാക്ഷന്റെ സ്പീഡും ഈക്വൽ ആകുന്ന ഒരു സമയമുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. എന്താ, മുമ്പിലോട്ട് നടക്കുന്ന റിയാക്ഷന്റെ സ്പീഡും ബാക്കിലോട്ട് നടക്കുന്ന റിയാക്ഷന്റെ സ്പീഡും ഒന്നാണെങ്കിൽ അതിനർത്ഥം എന്തുവാ, അവർ ഇക്വിലിബ്രിയത്തിലാണെന്ന് അർത്ഥം. പക്ഷെ ഇക്വിലിബ്രിയത്തിൽ റിയാക്ഷൻ നടക്കാതിരിക്കും. ഇക്വിലിബ്രിയത്തിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാലാണ് ഇവര് ബാലൻസ് ചെയ്ത് നിൽക്കുന്നത്. അതുവരെ എന്ത് ചെയ്യും, ഒരാൾ കുറയും, ഒരാൾ കൂടും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇയാൾ കുറയും, ഇയാൾ കൂടും, അല്ലെങ്കിൽ ഇയാൾ കൂടും, ഇയാൾ കുറയും, അങ്ങനെ നിൽക്കുന്നത്. എന്നാൽ ഇക്വിലിബ്രിയം എത്തിക്കഴിഞ്ഞാലും ഇയാള് കുറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ കൂടുന്നതിനോടൊപ്പം അപ്പൊ എന്ത് ചെയ്യും, ഇയാൾ കൂടുമ്പോൾ തന്നെ വീണ്ടും എന്ത്, ഇയാൾ കുറഞ്ഞു വീണ്ടും ഇത് ബാലൻസ്. മനസ്സിലായോ? അപ്പൊ ഇയാൾ കൂടും, ഇയാൾ കൂടുമ്പോൾ ഇയാൾ കുറഞ്ഞ് ഇയാൾ ബാലൻസ്. മനസ്സിലായോ? ഓർത്തോണം, ഒന്നുകൂടെ പറഞ്ഞു തരാം. ഇപ്പം ബെസ്റ്റ് ആയിട്ട് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നോക്കിയോ, ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും നടക്കുന്ന റിയാക്ഷനെയാണ് നമ്മൾ റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഫ്രണ്ടിലോട്ട് നടക്കുന്ന റിയാക്ഷനെ ഫോർവേഡ് റിയാക്ഷൻ എന്നും ബാക്കിലോട്ട് നടക്കുന്ന റിയാക്ഷനെ റിവേഴ്സ് റിയാക്ഷനെ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്നാ പറയാം. നോക്കിയോ, ഫ്രണ്ടിലോട്ട് നടക്കുന്ന റിയാക്ഷനെ ഫോർവേഡ് റിയാക്ഷൻ എന്നും ബാക്കിലോട്ട് നടക്കുന്ന റിയാക്ഷനെ റിവേഴ്സ് റിയാക്ഷൻ അല്ലെങ്കിൽ റിവേഴ്സിബിൾ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്നാ പറയാം. ഓക്കെ, ഞാൻ നിങ്ങളോട് പറയാണ്, ഇവിടെ നോക്കിയോ, കൃത്യമായിട്ട് നോക്കിയോ, ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞുതരാം. എ പ്ലസ് ബി 10 ലിറ്റർ ഉണ്ട്, അപ്പൊ ഇവിടെ 0 ലിറ്റർ ആണ്. ഓക്കെ, ഇത് എത്രയായി, 9 ലിറ്റർ ആയി. അപ്പൊ ഇവിടെ എത്രയായി, ഇവിടെ 1 ലിറ്റർ ആയി. ഇത് 8 ലിറ്റർ ആയി, ഇവിടെ എത്രയായി, 2 ലിറ്റർ. ഇവിടെ 7 ലിറ്റർ ആയി, ഇവിടെ എത്ര, 3 ലിറ്റർ. ഇവിടെ 4 ലിറ്റർ, ഇവിടെ 6 ലിറ്റർ ആയി, ഇവിടെ എത്ര, ഇവിടെ 4 ലിറ്റർ. ഓക്കെ,
ഈ ഒരു കണ്ടീഷൻ വന്നപ്പം ഫോർവേഡിലോട്ട് നടക്കുന്ന റിയാക്ഷനും ബാക്കിലോട്ട് നടക്കുന്ന റിയാക്ഷനും ഈക്വൽ ആയിരുന്നില്ല. ഇനിയും എന്ത് ചെയ്യത്തില്ല, ഇനിയും ഇത് ഇങ്ങോട്ട് കുറയത്തുമില്ല, ഇത് ഇങ്ങോട്ട് കൂടത്തുമില്ല. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അതായത് 6 ലിറ്റർ കുറഞ്ഞ് 6 ലിറ്ററിൽ കുറയാൻ പോകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? അതിപ്പോ 6ൽ നിന്ന് 5 ആകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 6ൽ നിന്ന് 5 ആയി കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് എന്ത് ചെയ്യും? ഇവിടെ ഒന്ന് ഇവിടെ 6ൽ നിന്ന് 5 ആയി കഴിഞ്ഞാൽ ഇവിടെ 4ൽ നിന്ന് 5 ആവാൻ ശ്രമിക്കത്തില്ലേ? ഇല്ലേ? അത് ബാലൻസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ആ 5നെ കുറച്ചിട്ട് എന്ത് ചെയ്യും? അത് വീണ്ടും 4ൽ തന്നെ നിലനിൽക്കാൻ ശ്രമിക്കും. എന്താണ്? ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ 6ൽ തന്നെ നിലനിൽക്കാൻ ശ്രമിക്കും. അതായത് കാരണം ഫോർവേഡിലോട്ട് എത്ര റിയാക്ഷൻ നടക്കുന്നോ അത്രയും തന്നെ ബാക്ക്വേർഡിലോട്ട് നടക്കുമ്പോൾ എന്താ, അവരുടെ അളവ് എന്തായിരിക്കും? അവരുടെ ആ ഒരു ഇത് ബാലൻസ് ആയിട്ട് നിൽക്കും. അളവ് സെയിം ആണെന്നല്ല പറയുന്നത്. ഇവിടെ ഈ എന്താണ് ചിലപ്പോൾ ഈ 6 എത്തുന്നതിന് മുമ്പ് 7 ലിറ്റർ ചിലപ്പോൾ ഈ കണ്ടീഷനിൽ എത്താം. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു നോക്കി, ഇപ്പൊ 7 ലിറ്റർ ആയപ്പം ഇത് 7ഉം ഇത് 3ഉം ആയപ്പം ഇക്വിലിബ്രിയത്തിൽ എത്തിയെന്ന് വിചാരിച്ചു. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇവർ 7ൽ നിന്ന് 6ലോട്ടാകാൻ ശ്രമിക്കുമ്പോൾ തന്നെ ഇത് 3ൽ നിന്ന് 4ലോട്ട് ആവുമല്ലോ. പക്ഷെ ആകത്തില്ല. കാരണം എന്ത് ചെയ്യും? ഈ റിയാക്ഷൻ വീണ്ടും ബാക്കിലോട്ട് നടന്നിട്ട് ഇത് 3 തന്നെയാവും, ഇത് 7 തന്നെയാവും. വീണ്ടും ഇത് കൂടാൻ ശ്രമിക്കും, ഇത് കുറയാൻ ശ്രമിക്കും, ഇത് കുറയാൻ ശ്രമിക്കും, ഇത് കൂടാൻ ശ്രമിക്കും. അത് ബാലൻസ് ചെയ്ത് വീണ്ടും ലെവലാക്കും. മനസ്സിലായോ? അപ്പം ഇക്വിലിബ്രിയത്തിൽ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുന്നുണ്ട്, പക്ഷെ ബാലൻസ്ഡ് ആണ്. ഇക്വിലിബ്രിയത്തിൽ റിയാക്ഷൻ നിൽക്കുന്നെന്നോ അവർ അളവ് ഈക്വൽ ആണെന്നോ ഒരർത്ഥമില്ല. ഇവിടെ അളവ് ഈക്വൽ ആണോ? ഇത് 7ഉം ഇത് 3ഉം ഈക്വൽ ആണോ? അവർ ഈക്വൽ ആകാം, ഈക്വൽ അല്ലാതെ ഇരിക്കാം. ഓക്കെ, ഈക്വൽ ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. മനസ്സിലായോ? ഐഡിയ കിട്ടിയോ? ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും നടക്കുന്ന ഒരു റിയാക്ഷൻ. ഓക്കെ ആണല്ലോ? അതിൽ ഫോർവേഡിലോട്ട് നടക്കുന്ന റിയാക്ഷന്റെ സ്പീഡും ബാക്കിലോട്ട് നടക്കുന്ന റിയാക്ഷന്റെ സ്പീഡും ആ റിയാക്ഷൻ നടക്കുമ്പോൾ എപ്പോൾ ഈക്വൽ ആവുന്നോ അപ്പോൾ ആ റിയാക്ഷൻ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ എത്തും. ഓക്കെ, ഇക്വിലിബ്രിയം കണ്ടീഷനിൽ എത്തുമ്പോൾ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് റിയാക്ടന്റിന്റെയും പ്രൊഡക്റ്റിന്റെയും കോൺസെൻട്രേഷനോ അല്ലെ അവരുടെ അളവോ ഒക്കെ ഈക്വൽ ആവുന്ന കണ്ടീഷനാണ് ഇക്വിലിബ്രിയം എന്ന് ഒരിക്കലും വിചാരിക്കല്ലേ. അവരുടെ റിയാക്ഷൻ ബാലൻസ്ഡ് ആയിട്ട് നടക്കുന്ന ഒരു കണ്ടീഷനാണ് ഇക്വിലിബ്രിയം കണ്ടീഷൻ. അതായത് ഇക്വിലിബ്രിയത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? ആ കുറയില്ല തടഞ്ഞിട്ട് എന്ത് ചെയ്യും? ബാക്കിലോട്ട് റിയാക്ഷൻ നടന്നിട്ട് അതെന്ത് ചെയ്യും? അത് കൂട്ടും. മനസ്സിലായോ? അതായത് ഈ സൈഡിലെ ഇതിങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതെന്ത് ചെയ്യും? അത് വീണ്ടും എന്ത് ചെയ്യും? ബാലൻസ് ആക്കാനായിട്ട്. അത് ആ ഫോർവേഡ് റിയാക്ഷന്റെയും ബാക്ക്വേർഡ് റിയാക്ഷന്റെയും സമയം അല്ലെ സമയമല്ല സ്പീഡ് ഈക്വൽ ആവുന്ന കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എഴുതേണ്ടത് അത്രയും എഴുതി കഴിഞ്ഞിട്ട് എഴുതേണ്ടത് ഈ ഒരു 2 റിയാക്ഷൻ അങ്ങോട്ട് എഴുതിക്കോ. അതായത് A+B gives C+D ഇറിവേഴ്സിബിൾ റിയാക്ഷൻ. എന്നാൽ A+B ഇതുണ്ട്, ഈ സൈൻ ഇത് റിവേഴ്സിബിൾ സൈൻ ആണ്. C+D ഇത് റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. ഇത്രയും കാര്യങ്ങൾ വേണ്ട. ഇപ്പൊ ജോയിൻ ചെയ്ത ആൾക്കാര് ഞാൻ ഇത്ര എഴുതിപ്പിച്ചിട്ടുണ്ട്, നോക്കിക്കോളൂ. ഇത്രയും കാര്യങ്ങൾ എഴുതിപ്പിച്ചിട്ടുണ്ട്. അതിനുള്ള സ്ഥലം വിടുക. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എഴുതിപ്പിച്ചിരിക്കുന്നത്. ഇനി ഫിസിക്കൽ ഇക്വിലിബ്രിയത്തിന്റെ ഇത് എഴുതിയെടുത്തു എന്നിട്ട് പറഞ്ഞത്. ഇൻട്രൊഡക്ഷൻ ഒന്നും ചോദിക്കത്തില്ല, പക്ഷെ ഇത് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇനി ഞാൻ ആ ഫിസിക്കൽ ഇക്വിലിബ്രിയത്തിന്റെ കാര്യം പറഞ്ഞത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. നോക്കിക്കോളൂ. ഇപ്പൊ ഒരു ഉദാഹരണം പറയാണ്, നോക്കിക്കോളൂ. ഈ H2O വാട്ടർ ആണല്ലോ, വെള്ളം, ലിക്വിഡ് സ്റ്റേറ്റ് അല്ലെ, ലിക്വിഡ് സ്റ്റേറ്റ് ആണല്ലോ. അത് എന്താവോ? അത് H2O സ്റ്റേറ്റിലുള്ള H2O അല്ല, സോ H2O എന്താണ്? സോളിഡ് സ്റ്റേറ്റ് ആവുക. സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എന്താ? ഐസ് അല്ലേ, അല്ലേ? അതായത് വെള്ളം ഐസായി മാറുന്ന ടെമ്പറേച്ചർ എത്രയാ? 0 ഡിഗ്രി സെൽഷ്യസ് ആണല്ലോ. അതേസമയം ഐസ് വെള്ളമായി മാറുന്ന ടെമ്പറേച്ചർ അത് തന്നെയല്ലേ? അപ്പൊ ഈ 0 ഡിഗ്രി സെൽഷ്യസ് വരുമ്പോൾ ഇങ്ങോട്ടും ഒരു റിയാക്ഷൻ നടക്കുന്നുണ്ട്, ഇങ്ങോട്ടും ഒരു റിയാക്ഷൻ നടക്കുന്നുണ്ട്, അല്ലെ? 0 ഡിഗ്രി സെൽഷ്യസിൽ നിങ്ങൾ കുറച്ച് വെള്ളം എടുത്തു കഴിഞ്ഞാൽ അത് ഐസാവും. ആ സമയം തന്നെ അതെന്ത് ചെയ്യും? വെള്ളമാവും. വീണ്ടും ഐസാവും, വെള്ളമാവും, ഐസാവും, വെള്ളമാവും, ഐസാവും. നമുക്കിത് കാണാൻ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അതായത് 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ഐസ് ഉരുകാൻ തുടങ്ങും. ഓക്കെ ആണല്ലോ? ഇനി 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് മൈനസ് ആക്കാൻ ശ്രമിച്ചാലോ ആ ഐസ് നല്ല രീതിയിൽ നല്ല കട്ടയായിട്ട്. ഓർക്കുന്ന മനസ്സിലായ? നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ 9ാം ക്ലാസ്സിലൊക്കെ ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇക്വിലിബ്രിയത്തെ പറ്റി പഠിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. അതേപോലെ തന്നെയാണ് അനക്ക് എന്ത് പറ്റി താമസിച്ചേ?
തീരാറായല്ലോ ക്ലാസ്. സർ ട്യൂഷൻ ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, നോക്കിക്കോളൂ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പം വാട്ടർ ഐസ് ആവുന്നതും ഐസ് വാട്ടർ ആവുന്ന ടെമ്പറേച്ചറും 0°C. ആ 0°C എന്തുകൊണ്ടാണ് രണ്ട് റിയാക്ഷനും 0°C നടക്കുന്നത്? അതിന്റെ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും ആ ടെമ്പറേച്ചറിൽ നടക്കുന്നുള്ളതുകൊണ്ടാണ് റിയാക്ഷൻ നടക്കുന്നത്. ശരിയല്ലേ? അതേപോലെ തന്നെ H2O ഇൻ ഗേഷ്യസ്, H2O ഇൻ ലിക്വിഡ് സ്റ്റേറ്റും H2O ഇൻ ഗേഷ്യസ് സ്റ്റേറ്റും. നിങ്ങൾ വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് അത് ആവിയാവും. അത് ഏത് ടെമ്പറേച്ചറിലാണ്? 100°C. എന്നാൽ 100°C തന്നെയാണ് ആവിയായിട്ടുള്ള ആവി എന്ത് ചെയ്യുന്നത്? തിരിച്ച് കണ്ടൻസ് ചെയ്തിട്ട് വെള്ളം ആവുന്നത് ആ ടെമ്പറേച്ചറിൽ തന്നെ. മനസ്സിലായോ? അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ആവിയാവുന്ന ടെമ്പറേച്ചറും എന്താണ്? 100 ആണ്. ആ ആവിയായ വെള്ളം തിരിച്ച് കണ്ടൻസ് ചെയ്തിട്ട് വെള്ളം ആവുന്നതും എന്ത് തന്നെ? ഏത് ടെമ്പറേച്ചർ തന്നെ? 100. അപ്പൊ അവിടെ ഫോർവേഡ് റിയാക്ഷൻ ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുന്നതുകൊണ്ടാണല്ലോ ഈ രണ്ടും ഒരു ടെമ്പറേച്ചറിൽ നടക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇതാണ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ കാര്യം. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഒരിക്കലും റിയാക്ഷൻ, ഇത് കെമിക്കൽ റിയാക്ഷൻ നടക്കുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയാം. കെമിക്കൽ റിയാക്ഷൻ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കല്ലേ, കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കോൺസെൻട്രേഷനോ അല്ലെങ്കിൽ അതിന്റെ അളവോ ഈക്വൽ ആയിട്ടുള്ള കണ്ടീഷൻ അല്ല. മനസ്സിലായോ? അതിന്റെ സ്പീഡ്, മുമ്പിലോട്ട് നടക്കുന്ന റിയാക്ഷന്റെ സ്പീഡ് അതേപോലെ തന്നെ ബാക്കിലോട്ട് നടക്കും. അപ്പം റിയാക്ടന്റ് കമ്പൈൻ ചെയ്ത് പ്രൊഡക്റ്റ് ആവുകയും അതേപോലെ തന്നെ ആ പ്രൊഡക്റ്റ് അത് സ്പ്ലിറ്റ് ചെയ്ത് വീണ്ടും റിയാക്ടന്റ് ആയിക്കൊണ്ടേയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റ ടൈം റിയാക്ഷൻ നടന്നുകൊണ്ടേയിരിക്കും ഒരേപോലെ. അപ്പൊ ഇവിടുത്തെ റിയാക്ടന്റിന്റെ എമൗണ്ട് കുറയുമ്പോൾ ഈ റിയാക്ടന്റ് കൂടുന്നതിനോടൊപ്പം ഇവിടെ എന്ത് ചെയ്യും? ഈ റിയാക്ഷൻ ബാക്ക്വേർഡ് റിയാക്ഷൻ നടത്തി എന്ത് ചെയ്യും? ഇതിനെ കുറച്ചിട്ട് ഇതിനെ വീണ്ടും പഴയ പോലെ ആക്കും. മനസ്സിലായി? അപ്പൊ എപ്പോഴും ഇങ്ങനെ ബാലൻസ് ചെയ്ത് നടക്കും. അപ്പൊ ആലോചിച്ചോണം, ഇക്വിലിബ്രിയത്തിൽ റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്യത്തില്ല. ഇക്വിലിബ്രിയത്തിലും റിയാക്ഷൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? നടന്നുകൊണ്ടിരിക്കുക. എന്നാലേ ബാലൻസിങ് ഇങ്ങനെ നിർത്താൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അപ്പൊ ആ ഒരു കണ്ടീഷനാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. കാരണം സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാറില്ല പിള്ളേർ, കാണാൻ പഠിക്കാറേ ഉള്ളൂ. അപ്പൊ അത് മനസ്സിലാക്കുക. പിന്നെ പലരുടെയും തെറ്റിദ്ധാരണയുണ്ട്, ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ അതിന്റെ കോൺസെൻട്രേഷനും അല്ലെങ്കിൽ അതിന്റെ അളവൊക്കെ ഈക്വൽ ആവുന്ന കണ്ടീഷൻ ആണെന്നല്ല. മനസ്സിലായോ? ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ മുമ്പിലോട്ട് നടക്കുന്ന ബാക്കിലോട്ട് നടക്കുന്ന റിയാക്ഷന്റെ സ്പീഡ് ഈക്വൽ ആവുന്ന കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് അടുത്തത് നിങ്ങൾ ഇപ്പൊ ജോയിൻ ചെയ്തവരൊക്കെ വേണ്ട ഈ ഇത്രയും കാര്യങ്ങൾ, അതായത് ഇത്രയും കാര്യങ്ങൾ ഒന്ന് എന്ത് ചെയ്യാം, ഇത്രയും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത്രയും സ്പേസ് വിടുക. ഇത്രയും സ്പേസ് വിട്ടിട്ട് വേണം, അതായത് ഏകദേശം ഒരു പേജ് അല്ലയോ, ഒരു പേജ്, വലിയ ബുക്കാണെങ്കിൽ ഒരു പേജ് വിട്ടിട്ട് എഴുതുക, ചെറിയ ബുക്കാണെങ്കിൽ ഒരു 1.5 പേജ് വിട്ടിട്ട് എഴുതിക്ക്. അടുത്ത ഒരു ടോപ്പിക് എഴുതിക്ക്, ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം. ഇതിന്റെ ഒരു ഗ്രാഫ് കൂടെ പറഞ്ഞുതരാം. ഇതിന്റെ ഒരു ഗ്രാഫ് കൂടെ വരച്ചോയെ, നോക്കിക്കോളൂ. ഇതിന്റെ ഗ്രാഫ് കൂടെ വരച്ചോ. അതായത് നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കുകയാണ്. എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കുകയാണ്. ഈ എക്സ് ആക്സിസിൽ നമ്മൾ, വൈ ആക്സിസിൽ നമ്മൾ കോൺസെൻട്രേഷനെ റെപ്രസെന്റ് ചെയ്യുന്നു, വൈ ആക്സിസിൽ നമ്മൾ ടൈമിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ? നമുക്കറിയാം എ പ്ലസ് ബിയുടെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? എ പ്ലസ് ബിയുടെ കോൺസെൻട്രേഷൻ റിവേഴ്സിബിൾ റിയാക്ഷനകത്ത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അല്ല, ഈ റിവേഴ്സിബിൾ റിയാക്ഷനകത്ത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറഞ്ഞ് ഇങ്ങനെ പോകും, ഇങ്ങനെ നടക്കുന്നു. അതേപോലെ ഇത് എ പ്ലസ് ബി, ഇത് എ പ്ലസ് ബിയുടെ റിയാക്ഷൻ. സി പ്ലസ് ബിയുടെ റിയാക്ഷൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കൂടിക്കൊണ്ടിരിക്കുക. ശരിയല്ലേ? സി പ്ലസ് ബി ഇതിന്റെ റിയാക്ഷൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കൂടിക്കൊണ്ടിരിക്കുക. കണ്ടോ? ഇങ്ങനെ കൂടി കണ്ടോ? ഇങ്ങനെ കൂടി. ഒരു സെക്കൻഡ്, ഞാൻ കൃത്യമായിട്ടൊന്നും ഇത് രണ്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ ആവുക, ഇങ്ങനെ ആവുക, ഇങ്ങനെ ആവുന്നതിനോടൊപ്പം അതേപോലെ നമ്മുടെ മറ്റേ റിയാക്ഷൻ എന്ത് ചെയ്യാം? ഇങ്ങനെ വന്നിട്ട് കണ്ടോ? ഇത് എ പ്ലസ് ബിയുടെ കോൺസെൻട്രേഷൻ, ഇത് സി പ്ലസ് ഡിയുടെ കോൺസെൻട്രേഷൻ. ഇത് ചുമ്മാ വരച്ചതേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ ഗ്രാഫ് ആയിരിക്കും, കോൺസെൻട്രേഷൻ ടൈം തമ്മിലുള്ള ഗ്രാഫ് എന്നുള്ള കാര്യം വെച്ചേ ഉള്ളൂ. അടുത്തത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം. ഇവിടം തൊട്ട് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്.
ഓക്കെ, അപ്പം അടുത്ത ഹെഡിങ് എഴുതിക്കോ, ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് ഹെഡിങ് കൊടുക്കാം. ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ചോദ്യം ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഈ ചാപ്റ്ററിൽ നിന്നില്ല, അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്ന് ഈ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ഉണ്ടാവും എന്നുള്ളൊരു കാര്യം ആലോചിച്ചോ. ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം, കെമിക്കൽ ഇക്വിലിബ്രിയം, അല്ലെങ്കിൽ ഈ ടോപ്പിക്കുമായിട്ട് ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത് കേട്ടോ. ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം, ഞാൻ EQBM എന്ന് എഴുതുകയാണ്. ബ്രാക്കറ്റിൽ വേണമെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് കേട്ടോ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, EQBM എഴുതുകയാണ്, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, എന്നിട്ട് അണ്ടർലൈൻ ചെയ്യാം. ഇതൊരു ലോ ആണ്, ഇതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അത് എഴുതിക്കോ. It states that at constant temperature, the ratio of concentration of the product to that of the reactant in which each concentration term is raised to a power which is equal to the stoichiometric coefficient in a balanced chemical equation. In a balanced chemical equation has a constant value. ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം പറയുന്നത്, അതായത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷന്റെയും റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷന്റെയും റേഷ്യോ എന്ന് പറഞ്ഞാൽ അതിന്റെ കോൺസെൻട്രേഷൻ ടൈമിനെ ചില അതിന്റെ സ്റ്റോഷിയോമെട്രിക് കോഷ്യന്റ് വെച്ചിട്ട് പവർ ആക്കി എഴുതുന്ന കൺസെപ്റ്റുമായിട്ടാണെന്നുള്ള ഒരു രീതിയാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് കാണാൻ പഠിക്കുക, വേറെ രക്ഷയില്ല. പക്ഷേ ഈ സ്റ്റേറ്റ്മെന്റ് മനസ്സിലാക്കാൻ വേണ്ടി ഇതിന്റെ ഇക്വേഷൻ വെച്ച് പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പൊ എനിക്കറിയാം നിങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ട് നിങ്ങൾക്ക് ഇത് എന്താണെന്ന് പോലും മനസ്സിലായിട്ടില്ലെന്ന് അറിയാം, അല്ലേ? മനസ്സിലായിട്ടുണ്ടോ മെൽവിനെ? ഇല്ല, അതെനിക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണെന്നറിയാമോ ചെയ്യാൻ പോകുന്നത്, അത് ഇക്വേഷൻ വൈസ് പറഞ്ഞിട്ട് ഈ ഇതൊന്ന് വായിച്ചു നോക്കാൻ പറയും. അപ്പൊ അത് കണക്ട് ആവും. അപ്പം ഇത് താഴോട്ട് എഴുതുക, ഫോർ എ ജനറൽ റിവേഴ്സിബിൾ reaction for a general reversible reaction, AA plus BB equilibrium with CC plus DD. ഈ സ്മോൾ എ സ്മോൾ ബി സ്മോൾ സി സ്മോൾ ഡി എന്താ, ആ റിയാക്ഷന്റെ മറ്റേ ബാലൻസ് ചെയ്യുന്ന ഇതാ, അതിനെ നമ്മൾ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് എന്നാണ് പറഞ്ഞത്. എന്താ ഈ സ്മോൾ എ എന്ന് പറഞ്ഞാൽ എന്താ, എ എന്ന് പറയുന്ന റിയാക്ടന്റിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയുള്ള സാധനമാണ്. സ്മോൾ ബി എന്ന് പറഞ്ഞാൽ എന്താ, ക്യാപിറ്റൽ ബി എന്ന് പറയുന്ന റിയാക്ടന്റിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇട്ടേക്കുന്ന സാധനമാണ്. അതിനെല്ലാം നമ്മൾ ഈ സ്മോൾ ആയിട്ട് എഴുതിയിരിക്കുന്ന എല്ലാം സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ്. ഓക്കെ ഓർത്തോണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ സ്മോൾ എ സ്മോൾ വേർ small a, small b, small c, small d are stoichiometric coefficient. Stoichiometric coefficient. And A, B are reactants, comma C, D, capital C, D. CD are products. അവർ പറയുന്ന ആ ഒരു തിയറി വെച്ചിട്ട് നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത് അറിയാം. നോക്കിയോ, ഇവിടെ നോക്കിയോ, കെ സി
ഈസിക്വൾ ടു ഇതാണ് കോൺസ്റ്റന്റ്, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്നാണ് പറയുന്നത്. കെ സി ഈസിക്വൾ ടു നോക്കിയോ, ദ റേഷ്യോ ഓഫ് എന്താണെന്നറിയോ, കോൺസെൻട്രേഷൻ ഓഫ് എന്താണ് റിയാക്റ്റൻസ് ടു പ്രൊഡക്ട്സ് എന്നാണ് പറയുന്നത് അല്ലെ. റിയാക്റ്റൻസ് ടു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കി, ഞാൻ ഒരു സെക്കൻഡ്, പ്രൊഡക്റ്റ് ടു റിയാക്റ്റന്റ്, കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ടു ദാറ്റ് ഓഫ് റിയാക്റ്റന്റ്. അപ്പോൾ പ്രൊഡക്റ്റിനെ ആദ്യം എഴുതുന്നത്, പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഏതാ, സി. സിയുടെ കോൺസെൻട്രേഷൻ എഴുതുന്നത് എപ്പോഴും സി സ്ക്വയർ ബ്രാക്കറ്റ് വേണം എഴുതാൻ, എന്നാലേ സിയുടെ കോൺസെൻട്രേഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അതിന്റെ അതും അടുത്ത എന്താ, അടുത്ത പ്രോഡക്റ്റ് ഏതാ, ക്യാപിറ്റൽ ഡി ആണല്ലോ. അതിന്റെ രണ്ടിന്റെയും പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തുവാ, ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഓക്കെ, ടു എന്താ, എന്തുമായിട്ട് അത് റേഷ്യോ ആയിരിക്കുന്നത്, പ്രൊഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ്. പ്രൊഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ, സ്ക്വയർ ബ്രാക്കറ്റിൽ എ ഇൻറ്റു സ്ക്വയർ ബ്രാക്കറ്റിൽ ബി. മാത്രമല്ല ഇവിടെ ഓരോ കോൺസെൻട്രേഷൻ ടേമും സ്റ്റോഷിയോമെട്രിക് കോഷ്യന്റ് വെച്ചിട്ട് പവർ ആക്കി എഴുതിയിരിക്കുക. നോക്കിയോ, സിയുടെ സ്റ്റോഷിയോമെട്രിക് കോഷ്യന്റ് എന്താ, സ്മോൾ സി അല്ലേ, സ്മോൾ സി പവർ. ഡിയുടെ കോൺസെൻട്രേഷൻ ടേം എന്താ, ഡിയുടെ സ്റ്റോഷിയോമെട്രിക് ടേം എന്താ, സ്മോൾ ഡി ആണ്. ഇപ്പൊ ക്യാപിറ്റൽ ഡി റേസ് ടു സ്മോൾ ഡി, എയുടെ സ്മോൾ എ ആണ്, ബിയുടെ സ്മോൾ ബി ആണ്. എല്ലാവരും സാധാരണ വരുത്തി വെക്കുന്ന തെറ്റ് എന്താണെന്നറിയോ, ഈ എയും ബിയും മണ്ടയ്ക്ക് എഴുതി വെക്കും, സിയും ഡിയും താഴെ എഴുതി വെക്കും. ഒരിക്കലും പ്രൊഡക്റ്റ് റേഷ്യോ ഓഫ് പ്രൊഡക്റ്റ് ടു റിയാക്റ്റന്റ് ആയിരുന്നത്. ഇപ്പൊ പ്രൊഡക്റ്റ് മുകളിലും റിയാക്റ്റന്റ് താഴെ എഴുതുന്നത്. പ്രൊഡക്റ്റ് ഓഫ് പ്രൊഡക്റ്റ് എന്നായിരുന്നു. പ്രൊഡക്റ്റ് ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ആയിട്ട് എടുത്തിരിക്കുന്ന ആൾക്കാരുടെ മൾട്ടിപ്ലിക്കേഷൻ എന്നാണ് പ്രൊഡക്റ്റ് ഓഫ് പ്രൊഡക്റ്റ് അല്ലേ. പ്രൊഡക്റ്റ് ഓഫ് റിയാക്റ്റന്റ് എന്ന് പറഞ്ഞാൽ റിയാക്റ്റന്റ് ആയിട്ട് എടുത്തിരിക്കുന്നവരുടെ എല്ലാം എന്ത്, മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് അവർ പറയുന്നത്. ഇനി ഇതൊന്ന് വായിച്ചു നോക്കി. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ റേഷ്യോ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ടു ദാറ്റ് ഓഫ് reactant in each concentration term is raised to a power which is equal to stoichiometric quotient in a balanced chemical equation as a constant value. നോക്കിയോ, അതായത് കോൺസെൻട്രേഷൻ, അതായത് നമ്മൾ എടുത്തിരിക്കുന്ന നമ്മുടെ പ്രൊഡക്റ്റിനെ സ്റ്റോയിഷ്യോമെട്രിക് കോഷ്യന്റ് വെച്ചിട്ട് പവർ ആക്കി എഴുതിയതിന്റെ റേഷ്യോ, പ്രൊഡക്റ്റിനെയും റിയാക്റ്റന്റിനെയും കോൺസെൻട്രേഷൻ ടൈം വെച്ചിട്ട് എന്താണ് പവർ ആക്കി എഴുതിയിരിക്കുന്നതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നാണ് പറയുന്നത്, ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് പറയുന്നത് കെ സി. ഈ കെ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഇക്വിലിബ്രിയം ഈ ഇക്വേഷൻ എഴുതിയിട്ട് മറ്റേ അത് പോയി വായിച്ചു നോക്കുവാണെങ്കിൽ മനസ്സിലാവും നിങ്ങൾക്ക്. അതൊന്ന് നോക്കിയാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചോ, മനസ്സിലായില്ലെങ്കിൽ ചോദിക്കാം. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താ, ഇത് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഈ സ്ക്വയർ ബ്രാക്കറ്റ് സി എന്ന് പറയുമ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് സി എന്ന് എഴുതുക. സ്ക്വയർ ബ്രാക്കറ്റ് ഡി എന്ന് ഉദ്ദേശിക്കുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ഡി ആണ്. അതേപോലെ തന്നെ എ സ്ക്വയർ ബ്രാക്കറ്റിൽ ഇതെന്ന് ഉദ്ദേശിക്കുന്നത് കോൺസെൻട്രേഷൻ ഓഫ് എ ആണ്. അതേപോലെ തന്നെ സ്ക്വയർ ബ്രാക്കറ്റിൽ ബി എന്ന് ഇടുന്നത് കോൺസെൻട്രേഷൻ ഓഫ് സി ആണ്, അല്ല ബി ആണ്. ഇത് വേണം എഴുതിയിട്ടേക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചിലപ്പം ഒരു റിയാക്ഷൻ തന്നിട്ട് അതിന്റെ കെ സിയുടെ വാല്യൂ എഴുതാൻ പറയും, കെ സി ഇക്വേഷൻ എഴുതാൻ പറയും. നമുക്കൊന്ന് നോക്കാം. നോക്കിയോ, ഫോർ എ റിയാക്ഷൻ H2 പ്ലസ് I2 ഇക്വിലിബ്രിയം വിത്ത് എന്താണ് 2HI. അങ്ങനെയാണ് നിങ്ങൾ കെ സിയുടെ വാല്യൂ എങ്ങനെ എഴുതും, കെ സി എപ്പോഴും കെ സിയുടെ വാല്യൂ എങ്ങനെ എഴുതേണ്ടത്, പ്രൊഡക്റ്റ് ബൈ റിയാക്റ്റന്റ് എന്നാണ് എഴുതേണ്ടത് ഇല്ലേ. ഇവിടെ പ്രൊഡക്റ്റ് ഏതാ, HI ആണല്ലോ. അപ്പൊ അതിന്റെ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് എന്നല്ലേ വരിക. അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ എന്താ, സ്ക്വയർ ബ്രാക്കറ്റിൽ HI. വേറെ പ്രൊഡക്റ്റ് ഉണ്ടോ, അതുകൊണ്ട് തന്നെ ഇൻഡു ഇട്ട് എഴുതാൻ ആരുമില്ല അല്ലേ. അപ്പം ഈ പ്രൊഡക്റ്റിനെ എന്താക്കി എഴുതാന്നാ പറഞ്ഞത്, അതിന്റെ സ്റ്റോയിഷ്യോമെട്രിക് കോഷ്യന്റ് ഉപയോഗിച്ചിട്ട് അതിനെ പവർ ആക്കി എഴുതണം. അപ്പൊ എന്താ, കോൺസെൻട്രേഷൻ ഓഫ് HI റേസ് ടു എന്തെന്ന് വരും, 2 ആണല്ലോ, ഡിവൈഡഡ് ബൈ പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ്. ഇവിടെ പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് എത്ര ഉണ്ട്, അതേതൊക്കെയാ, H2. അപ്പം H2 കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ, ഇൻറ്റു I2 ന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ. ഇതിന്റെ രണ്ടിന്റെയും പവർ എന്താ, ഇതിന്റെ ഫ്രണ്ടിൽ കിടക്കുന്ന ആളാരാ, 1, ഇതിന്റെ ആരാ 1, അതുകൊണ്ട് ഇതിന്റെ പവർ എന്താ 1. അത് ഇട്ടില്ലേലും കൊടുത്തത് മനസ്സിലായോ, ഇങ്ങനെ. വേറെ റിയാക്ഷനും കൂടെ എഴുതാം. N2 പ്ലസ് 3H2 ഇക്വിലിബ്രിയം വിത്ത് N2 പ്ലസ് 3H2 ഇക്വിലിബ്രിയം വിത്ത് 2NH3. അപ്പൊ അവിടെ കെ സി ഈസിക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, ഒന്ന് പറഞ്ഞേ മെൽവിൻ, ഒന്ന് പറഞ്ഞേടാ.
കോൺസെൻട്രേഷൻ ഓഫ് NH3 സ്ക്വയർ ബ്രാക്കറ്റ് NH 2 പവർ വരുന്നു ബൈ കോൺസെൻട്രേഷൻ ഓഫ് N2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2 റേസ് ടു 3. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ കാര്യം. ഒരെണ്ണം കൂടെ തരാം. 2HI ഇക്വിലിബ്രിയം വിത്ത് H2 പ്ലസ് I2 എഴുതിക്കേ. KC വാല്യൂ എഴുതിക്കേ. പ്രൊഡക്റ്റ് റൈറ്റിൽ വരുമോ? ഓക്കെ. ഇതിന്റെ കേസിയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ എത്ര വരും? കോൺസെൻട്രേഷൻ ഓഫ് H2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് I2 ഡിവൈഡ് ബൈ എത്രയാ? കോൺസെൻട്രേഷൻ ഓഫ് എത്ര? HI റേസ് ടു 2. ഓക്കെ. ഇനി ഈ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും. അതായത് ഫോർവേഡ് റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അത് എഴുതിക്കോ. അതും കൂടെ അങ്ങ് എഴുതിക്കോ. ഇവിടെ എഴുതിയിട്ട് പറഞ്ഞുതരാം. ഇതിനകത്ത് ഏതെങ്കിലും രണ്ട് റിയാക്ഷന്റെ ഇത് നേരെ ഓപ്പോസിറ്റ് വന്നിട്ടുണ്ടോ? നമ്മളിപ്പോ എഴുതിയത് വേണ്ട. ഈ കേസിൽ കണ്ടോ, ഈ കേസിലുള്ള റിയാക്ഷന്റെ ഓപ്പോസിറ്റ് അല്ലേ ഇതണ്ട് ഈ റിയാക്ഷന്റെ കേസിൽ അല്ലയോ? ആണ്. അപ്പൊ അതിനെ നമ്മൾ ഇങ്ങനെ എഴുതാം. അത് ആ കാര്യം പറയാൻ വേണ്ടിയാണ് നമ്മൾ ഇത് എഴുതുന്നത്. നോക്കിക്കോളൂ. if Kc is the equilibrium constant of a forward reaction, then K dash C is the equilibrium constant of its backward reaction, where K dash C is equal to 1 by K. ഇനി നമ്മൾ ഗേഷ്യസ് റിയാക്ടന്റും ഗേഷ്യസ് പ്രൊഡക്റ്റും ആണെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് പാർഷ്യൽ പ്രഷറിന്റെ ടേമിലായിരിക്കും എഴുതുന്നത്. ഇപ്പൊ നമ്മൾ എന്തിന്റെ ടേമിലാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതിയത്? ഓരോന്നിന്റെയും കോൺസെൻട്രേഷന്റെ ടേമിലാണ് എഴുതിയതെങ്കിൽ ഇനി നമ്മൾ ഗേഷ്യസ് റിയാക്ടന്റും പ്രൊഡക്റ്റും ആണെങ്കിൽ നമ്മൾ അവിടെ എന്തിന്റെ ടേമിൽ എഴുതണം? പാർഷ്യൽ പ്രഷറിന്റെ ടേമിൽ എഴുതണം. അതായത് അതിന്റെ പ്രഷറിന്റെ ടേമിൽ എഴുതണം. ഗേഷ്യസ് ആയിട്ടുള്ള മോളിക്യൂൾസ് ഒക്കെ ആണെങ്കിൽ അതിന് പ്രഷർ ആയിരിക്കുമല്ലോ ഉണ്ടാവുക. ശരിയല്ലേ? ഓക്കെ. അപ്പൊ അതും കൂടെ ഒന്ന് എഴുതിയേക്കാം. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്
for gaseous reactants and product. എന്നിട്ട് ഒരു ഡോട്ട് എഴുതുക. for a reaction involving gas the concentration terms are replaced by partial pressure. അവിടെയും നമുക്ക് ഒരു റിയാക്ഷൻ എ പ്ലസ് ബി ഇക്വിലിബ്രിയം വിത്ത് സി പ്ലസ് ഡി എന്ന് എടുക്കുകയാണ്. ഇതെല്ലാം ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. അതാണ് ഇതിന്റെ വ്യത്യാസം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. Kc ഈസ് ഈക്വൽ ടു, എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ച്, മറ്റേ നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി എന്നല്ല എഴുതിയത്. ഇത് അങ്ങനെയല്ല എഴുതുന്നത്. ഇത് പാർഷ്യൽ പ്രഷർ ഓഫ് സി എന്ന് പറയുമ്പോൾ PC റേസ് ടു സ്മോൾ c ഇൻറ്റു എന്താണ് PD റേസ് ടു സ്മോൾ d ഡിവൈഡ് ബൈ എന്താ PA റേസ് ടു സ്മോൾ a എന്താ PB ക്യാപിറ്റൽ B റേസ് ടു എന്താ സ്മോൾ b. കണ്ട ഇങ്ങനെ ഈ PAയും എന്താണ് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. വേർ PA P ക്യാപിറ്റൽ ആണ് PA, PB, PC, PD capital D ആണ്. ഈ capital D PD are the partial vapor pressure pressures എന്ന് പറയുന്നത് partial pressure of reactants A and B and product C and D.